ഇപ്പം ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അയാൾ ഇന്നും എന്നെ തല്ലി. ഇനി എന്നെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാണുന്ന നിന്റെ മയ്യത്താക്കാരം. പഠിക്കലൊക്കെ അല്ലേ? എന്ന് പഠിച്ചിട്ടുണ്ടായല്ലേ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെന്താ ഉണ്ടാക്കി വെച്ചിക്കണേ? പിന്നെ എങ്ങനെ മനസ്സിന് കഴിക്കാനുള്ള വല്ല വിചാരം വേണ്ടേ? തോണിയമാരി ഉണ്ടാക്കുന്നത് നിന്നോടൊക്കെ നീ എത്ര പറയണം? എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ, വേണമെങ്കിൽ കഴിച്ചാൽ മതി. എണ്ണക്കിപ്പോ ഓഫീസിൽ വരുമ്പോ ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ ഓഫീസിലെത്തിട്ട് അറിയില്ല. നിനക്ക് പഠിക്കാനൊന്നുമില്ലടി? ഏത് നേരെ ഫോണ് കളിച്ചിരിക്കണേ പണി. എങ്ങനെ അതിന് തളനെ കണ്ടല്ലേ പഠിക്കണത്? നിനക്ക് രണ്ടക്ഷര കുട്ടിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു. ഇത്ര ടൈം നിങ്ങൾ ഇവിടെ ഫോണിൽ കളിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് എന്താ രണ്ടക്ഷര കുട്ടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? നിനക്കറിയില്ല ഞാൻ ഓഫീസിൽ എന്തുമാത്രം പണിയുണ്ടെന്ന്? അത് കഴിഞ്ഞ വീട്ടിൽ വന്നിട്ട് ഞാൻ ഓഫീസിൽ ഓരോ കാര്യം കൊണ്ട് നടക്കുക. അതിനിടയിൽ കുട്ടികളെ പഠിപ്പിച്ചാൽ നിൽക്കുക. അതിനിടെ 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ. കുട്ടികളെ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധ വേണം. എനിക്ക് അത് തീരല്ല. ഈ ഫോണിൽ ഇങ്ങനെ കളിച്ചിരുന്നോണ്ട് എന്താ കാര്യം? എന്നൂല പഠിപ്പല്ലാണിത്. ഞാനും നിങ്ങളെ പോലെ തന്നെ വീട്ടു ജോലി ഓഫീസ് എല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കുട്ടികളുടെ കാര്യമാകുമ്പോഴേ ഭാര്യയും ഭർത്താവും ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെ അടിമയൊന്നുമല്ല, നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ എനിക്കതിന്റെ ആവശ്യമില്ല. നീ കയറി പോണത് നാവടക്കിക്കോ. നിനക്ക് ആവശ്യമുണ്ടല്ലോ, ഞാൻ തീരുമാനിക്കും കേട്ടോ. കുറെ ആയി തുടങ്ങിയിട്ട് ഇനി ഇത് ശരിയാവില്ല. നിങ്ങൾ ആട്ടും തുപ്പും കേട്ട് ജീവിക്കേണ്ട ഗതികടൊന്നും എനിക്കില്ല. ഞാൻ പോകാണ് എന്റെ മക്കളെയും കൊണ്ട് എന്റെ വീട്ടിൽ. ഇറങ്ങി പോടി എവിടുക്കാച്ചാല്. ഈ ആരെയും പേടിപ്പിക്കണ്? അങ്ങനെ ഇതാവുന്നില്ല ഞാന് കേട്ടോ. നീ എന്റെ വഴിക്ക് വരും, മനസ്സിലായിക്കോ? ഞാൻ ഇറങ്ങി പോവന്നെയാണ്. ആരെ കണ്ടിട്ടാണ് നീ ഇറങ്ങി പോണേ? നിന്റെ വാപ്പാനെ കണ്ടിട്ടോ? പോയ പോലെ തന്നെ തിരിച്ചിങ്ങോട്ട് പോരേണ്ടി വരും. അവിടെ നീ മാത്രമൊന്നല്ലല്ലോ. ഇപ്പൊ ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അയാൾ ഇന്നും എന്നെ തല്ലി. ഇനി എന്നെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാണുന്ന നിന്റെ മയ്യത്താക്കാരം. എവിടെയാണ് നിങ്ങളും മെച്ചി? ഇപ്പച്ചി ഇമ്മച്ചിനെ വീണ്ടും തല്ലി. ദസ്നിയ, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. നിങ്ങൾക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്ത് ഇറങ്ങിക്കോ. ദസ്നിയ, എനിക്ക് പോകണമെങ്കിൽ പോയിക്കോ. പക്ഷെ എന്റെ മക്കളെ ഞാൻ വിട്ടുതരില്ല. അത് ദിവസം നിൽക്കണ്ട. ദസ്നിയ, നിനക്ക് എന്താ എടുക്കാനുള്ളത് വെച്ചാൽ എടുത്തോ. നിന്നോട് എനിക്ക് കുറച്ച് പറയാനുണ്ട്. എടോ, കെട്ടിയ പെണ്ണിന് തല്ലിന് വലിയ ആണത്തൊന്നുമല്ല. എന്റെ ഭാര്യ ചിലപ്പോൾ ഞാൻ തല്ലും. ഭാര്യയും ഭർത്താവുമ്പോൾ അതൊക്കെ സാധാരണയാണ്. അത് ചോദിക്കാൻ വരെ നിങ്ങളോടാണ് ആദ്യം രണ്ട് പറയേണ്ടത്. ആരോടോ നിന്റെ ചോദിച്ചോ? എന്റെ മോളെ നിനക്ക് കെട്ടിച്ചതെന്ന് വിചാരിച്ചിട്ട് തല്ലാനോ കൊല്ലാനോ അവകാശം നിനക്കില്ല. അവളെയും മക്കളെയും ഇനിയും ഞാൻ പൊന്നുപോലെ നോക്കടാ. എന്റെ മരണശേഷം അവൾക്ക് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഉപ്പാക്കും ഉമ്മാക്കും അവരുടെ മക്കൾ ഒരു ഭാരമാവില്ല. അത് നിന്നെപ്പോലുള്ള തെമ്മാടികൾ മനസ്സിലാക്കണടാ.